ഹായ് എവ്രി വൺ, വെൽക്കം ടു ഹാഷ്ഡ് ഐഡൻറ്റിറ്റി യൂട്യൂബ് ചാനൽ. സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി മലയാളത്തിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള റീസൺ ഞാൻ ആദ്യം പറയാം. ഞാനൊരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലാണ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സും ഗ്രാജുവേഷൻ ഐ മീൻ ഡിഗ്രി സ്റ്റുഡൻസൊക്കെ യൂഷ്വലി ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കരിയറിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ യൂട്യൂബിലെല്ലാം സൈബർ സെക്യൂരിറ്റിയെ പറ്റി സെർച്ച് ചെയ്തിട്ട് സൈബർ സെക്യൂരിറ്റിയിൽ എന്തെല്ലാം ഡൊമൈൻസ് അല്ലെങ്കിൽ എന്തെല്ലാം റോൾസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ അവർക്ക് ടെസ്റ്റിംഗ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഉണ്ട്, സിസ്റ്റം സൈഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നെറ്റ്വർക്ക് എഞ്ചിനീയർ ഉണ്ട്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, ക്ലൗഡ് എഞ്ചിനീയർ ഉണ്ട്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയിലും ഡിഫറെൻറ്റ് റോൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അവരോട് പറയാറ്, നിങ്ങൾ ആദ്യം എന്തൊക്കെ റോൾസ് സൈബർ സെക്യൂരിറ്റിയിൽ എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അത് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് യോജ്യമായ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അവർ ഓൾറെഡി ഇപ്പം IT ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും റോൾ ഉണ്ടെങ്കിൽ അതിലോട്ട് ഫോക്കസ് ചെയ്യാനാണ് ഞാൻ യൂഷ്വലി സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ യൂട്യൂബിൽ സൈബർ സെക്യൂരിറ്റി എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന സെർച്ച് റിസൾട്ട് ഒരു 80-90% എത്തിക്കൽ ഹാക്കിംഗ് മാത്രമാണ്. എങ്ങനെയാണ് ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് കാലി ലിനക്സ് ഉപയോഗിച്ചിട്ട് മറ്റൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത്, ഹാക്ക് ദ ബോക്സ്, അങ്ങനെ കൂടുതലും ഹാക്കിംഗ് റിലേറ്റഡ് വീഡിയോസാണ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം അതുപോലെ ആരെങ്കിലും പരിചയപ്പെടുമ്പോൾ അവർ ഇപ്പോൾ എനിക്കൊന്ന് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളോട് സ്വാഭാവികമായിട്ട് നമ്മുടെ ജോലി എന്താണെന്ന് ചെയ്യും. പേഴ്സണലി ഞാൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് പറയും. അപ്പോൾ അവരുടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും സൈബർ സെക്യൂരിറ്റി ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്ത് വരുന്ന റെസ്പോൺസ് എത്തിക്കൽ ഹാക്കർ ആണല്ലേ അല്ലെങ്കിൽ ഹാക്കിംഗ് ആണല്ലേ ജോലി എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പൊതുവേ ഉള്ള ഒരു കൺസെപ്റ്റ് എത്തിക്കൽ ഹാക്കിംഗ് ആണ് സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എത്തിക്കൽ ഹാക്കിംഗ് മാത്രമാണ് എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇപ്പോൾ ഈ ഒരു ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. IT ഡൊമൈനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം. അത് എന്തായാലും നമ്മൾ പഠിക്കുന്നുണ്ട്, സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടും എപ്പോഴും നമ്മുടെ നോളജ് റീഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അത് എനിക്കും കുറച്ചുകൂടെ തറവായിട്ട് പഠിക്കാനും കുറച്ചുകൂടെ റിസർച്ച് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആവും, കാണുന്നവർക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ ചാനലിൽ ഞാനൊരു വെണ്ടർ ന്യൂട്രൽ അപ്രോച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വെണ്ടറിൻ്റെ സ്പെസിഫിക് ടൂൾസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താതെ, അതായത് ഒരു സിസ്കോയുടെ ഫയർവാളോ മൈക്രോസോഫ്റ്റിൻ്റെ ഏതെങ്കിലും ടൂളോ സിമാറ്റിക്കിൻ്റെയോ മക്കഫിയുടെയോ ഒക്കെ DLP അല്ലെങ്കിൽ ആൻറ്റിവൈറസ് പോലുള്ള സോഫ്റ്റ്വെയറുകളോ അതെങ്ങനെ ഉപയോഗിക്കും, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, അതല്ല ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പകരം ഏത് ഡൊമൈനിൽ സൈബർ സെക്യൂരിറ്റിയുടെ ഏത് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നവരും അറിഞ്ഞിരിക്കേണ്ട കുറേ കോർ കൺസെപ്റ്റ്സ് ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ടൂളൊക്കെ വെച്ചിട്ട് എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ മനസ്സിലാണെങ്കിൽ ആദ്യം ബേസിക് കൺസെപ്റ്റ്സ് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തൊക്കെ റോൾസ് അവൈലബിൾ ആണ്, ഏതൊക്കെ ഒരുപാട് റോൾസ് അവൈലബിൾ ആണ്. അത് ഇപ്പോൾ ഞാൻ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ളത് ഞാനിപ്പോൾ പറയാം. ഒരു കാര്യമുണ്ട്, അത് കമ്പനിയുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ചില റോൾസ് ചിലപ്പം 3-4 റോൾ ഒരാൾ തന്നെ ചെയ്യുന്നുണ്ടാവും ചെറിയ കമ്പനികളിൽ. വലിയ കമ്പനികളിലാണെങ്കിൽ ഒരു റോൾ തന്നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് പലരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. എന്നാലും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള മിക്കവാറും കമ്പനീസിൽ, വലിയ ഓർഗനൈസേഷൻസിലൊക്കെ ഉണ്ടാവാറുള്ള കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓർ ജോബ് പ്രൊഫൈൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എത്തിക്കൽ ഹാക്കർ എന്ന റോളിനെ കുറിച്ച് തന്നെ പറയാം. എത്തിക്കൽ ഹാക്കറുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, അവരൊരു ഹാക്കർ മൈൻഡ് സെറ്റിൽ അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ച സെർവേഴ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്സ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇവയെല്ലാം സെക്യൂർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിലെന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് നൽകുക. അതാണ് എത്തിക്കൽ ഹാക്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട റോൾ. അപ്പോൾ അവരൊരു ഹാക്കർ പുറത്തുനിന്ന് ക്രിമിനൽ എങ്ങനെയാണോ അതിനെ ടാർഗറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചിന്തിച്ച് അതുപോലെയുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഡെവലപ്പ് ചെയ്ത് വെച്ച സിസ്റ്റത്തിന് വീക്ക്നെസ്സസ് ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് എത്തിക്കൽ ഹാക്കേഴ്സിൻ്റെ റോൾ. അപ്പം ഇവർ മിക്കവാറും ഇന്റേണൽ എംപ്ലോയീസ് തന്നെ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് 4 കമ്പനീസ് ഉണ്ട്, EY, Deloitte, KPMG, അല്ലെങ്കിൽ മറ്റ് വേറെയും കുറേ കമ്പനീസ്. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തിട്ട് കൺസൾട്ടൻസ് ആയിട്ട് മറ്റു ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റ് ക്ലയൻസിന് വേണ്ടിയിട്ട് അവരുടെ ടൂൾസ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. അവരുടെ അറിവോടുകൂടി അവർ ഡിഫൈൻ ചെയ്യുന്ന സ്കോപ്പിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക. അതാണ് ഹാക്കേഴ്സിൻ്റെ റോൾ.
മറ്റൊരു റോളാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ പേര് പോലെ തന്നെ അവരുടെ മെയിൻ നെറ്റ്വർക്ക് സെക്യൂർ ആക്കുക. ഫയർവാൾ അല്ലെങ്കിൽ സ്വിച്ചസ്, റൗട്ടേഴ്സ്, പിന്നെ SDN, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്ക്സ്, ഇവയെല്ലാം സെക്യൂർ ആക്കുക. അതിൽ ആവശ്യമായ കോൺഫിഗറേഷൻ നൽകുക, മോണിറ്റർ ചെയ്യുക, ഇതൊക്കെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിൻ്റെ റോൾ. വേറൊരു പ്രധാനപ്പെട്ട റോളാണ് സെക്യൂരിറ്റി ആർക്കിടെക്ട്. ഇത് കുറച്ച് സീനിയർ ലെവൽ റോളാണ്, എൻട്രി ലെവലായിട്ട് പൊതുവെ കാണാറില്ല. ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം, ഒരു നെറ്റ്വർക്ക് സെക്യൂറായിട്ട് ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന റോളാണ് സെക്യൂരിറ്റി ആർക്കിടെക്ട്സ്. പിന്നെ കോമൺ ആയിട്ട് കാണുന്നതാണ് ക്ലൗഡ് സെക്യൂരിറ്റി എഞ്ചിനീയർ. Azure ആവും, AWS ആവും, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ക്ലൗഡ് സർവീസ് ആവും. അപ്പം അതിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാണ് ക്ലൗഡ് സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിൻ്റെ ജോലി. അതിൽ നമ്മൾ വിർച്വൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം സെക്യൂർ ആക്കലാണ് ക്ലൗഡ് സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. പിന്നെ സെക്യൂരിറ്റി ഓഡിറ്റേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ എത്ര സെക്യൂർ ആക്കി കഴിഞ്ഞാലും അതിനെന്തെങ്കിലും കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും നമ്മൾ ഫോളോ ചെയ്യേണ്ട. കുറേ ഗൈഡ് ലൈൻസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ്, പോളിസി എല്ലാം ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ISO 27001 ഒരു സെക്യൂരിറ്റി സ്റ്റാൻഡേർഡാണ്. അപ്പം അതിൽ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്, കുറേ കൺട്രോൾസ് ഉണ്ട്. നമ്മൾ ഇപ്പം ഓരോന്നിനും മാക്സിമം സെക്യൂർ ആക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കൺട്രോൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്താലാണ് നമുക്ക് ISO 27001 സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല. അപ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അവർ ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന അതാണ് സെക്യൂരിറ്റി ഓഡിറ്റേഴ്സിൻ്റെ ജോലി. അതും ഇന്റേണൽ ഓഡിറ്റർ ഉണ്ടാവും. അതുപോലെ ബിഗ് 4 കമ്പനികൾ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് കമ്പനീസിന് നമ്മൾ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഓഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ റോൾ. പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന റോളാണ് SOC എഞ്ചിനീയർ, അതായത് സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ എഞ്ചിനീയേഴ്സ്. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന കോൺഫിഗറേഷൻസ്, നെറ്റ്വർക്ക്സ് എല്ലാം ഉണ്ടാവും, അത് മോണിറ്റർ ചെയ്ത് കൊടുക്കാം. എവിടെയെങ്കിലും അബ്നോർമലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ, ഫോർ എക്സാമ്പിൾ ഭയങ്കരമായിട്ട് നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, സാധാരണ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു യൂസർ ലോഗിൻ ചെയ്യുന്നുണ്ട് ഒരു അബ്നോർമൽ ടൈമിൽ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ സ്ഥലത്ത്. ഇപ്പം ഒരു ഇന്ത്യയിലുള്ള കമ്പനി ആണെങ്കിൽ എല്ലാ എംപ്ലോയീസ് ഇന്ത്യയിലാണ് വിചാരിക്കുക. അപ്പോൾ അവർ ഡിറ്റക്ട് ചെയ്യുകയാണ് കുറച്ച് യൂസേഴ്സ് വേറെ ഏതെങ്കിലും കോണ്ടിനെൻ്റിൽ നിന്നോ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നോ കുറച്ച് യൂസേഴ്സ് അല്ലെങ്കിൽ ഒരു യൂസർ ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അബ്നോർമൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതുപോലെയുള്ള ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുക, അത് വേണ്ട സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ടീമിനെ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക. ഇതാണ് SOC എഞ്ചിനീയേഴ്സിൻ്റെ ജോലി. അതുപോലെ റിലേറ്റ് ചെയ്യുന്നൊരു മറ്റൊരു റോളാണ് ഇൻസിഡൻറ്റ് റെസ്പോണ്ടർ. ഇൻസിഡൻറ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി ഹാക്ക് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, ഹാക്കിംഗ് മാത്രമല്ല മറ്റെന്തെങ്കിലും സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ സിസ്റ്റത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റീകവർ ചെയ്യാം, അല്ലെങ്കിൽ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, അതിന് കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യലാണ് ഇൻസിഡൻറ്റ് റെസ്പോണ്ടേഴ്സിൻ്റെ ജോലി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട റോളാണ് അവയർനെസ് ഓഫീസർ, സെക്യൂരിറ്റി അവയർനെസ് ഓഫീസർ. ഇത് ഭയങ്കര പോപ്പുലർ അല്ല, ഇനി ചെറിയ കമ്പനികളിലൊക്കെ അത്ര കാണാറില്ലെങ്കിലും വലിയ കമ്പനികളിലും വലിയ ഓർഗനൈസേഷനിലൊക്കെ ഉണ്ടാവാറുള്ളൊരു സൈബർ സെക്യൂരിറ്റി റോളാണ് സൈബർ അവയർനെസ് ഓഫീസർ. അവരുടെ ഡ്യൂട്ടി അവയർനെസ് കൊടുക്കുക, അതായത് യൂസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. ഈ ഒരു സെക്യൂരിറ്റിയിൽ നമ്മളെപ്പോഴും പറയുന്നത് ഏറ്റവും വീക്ക് ലിങ്ക് നമ്മളാണ്, യൂസേഴ്സാണ്. സിസ്റ്റവും എല്ലാം എത്ര പെർഫെക്റ്റ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചാലും ഒരു ഇമെയിൽ മതി, നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും, അവിടെ തീരുമല്ലോ. അപ്പോൾ എത്രയൊക്കെ പ്രൊട്ടക്ട് ചെയ്താലും എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് വെച്ചിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴിയോ ഒക്കെ നമ്മുടെ യൂസേഴ്സാണ് ഏറ്റവും വീക്കായ പോയിന്റ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെന്തൊക്കെ ചെയ്യണം, അവരെന്തൊക്കെ ചെയ്യരുത്, അവർ അക്കൗണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ ട്രെയിനിങ്സ് കൊടുക്കുക, അവയർനെസ് സെഷൻസ് ഒക്കെ. ഇതൊക്കെയാണ്. ഗെയിമിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് ചില കമ്പനികൾ, അതായത് അങ്ങനെ കോൺടെക്സ്റ്റ് ഒക്കെ നടത്തും ഈ സൈബർ സെക്യൂരിറ്റിയിലൊരു ഗെയിംസും, എന്നിട്ട് അവർക്ക് സമ്മാനം കൊടുക്കുക, അതായത് മാക്സിമം അവയർനെസ് കൊടുക്കുക. ഇതാണ് സൈബർ സെക്യൂരിറ്റി അവയർനെസ് ഓഫീസേഴ്സിൻ്റെ ജോലി. പിന്നെ ഉള്ളത് വൾനറബിലിറ്റി മാനേജ്മെൻറ്റ് ടീമുണ്ട്. വൾനറബിലിറ്റി മാനേജേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് കുറേ ടൂൾസ് ഉണ്ടാവും. ആ ടൂൾസ് വെച്ചിട്ട് ഓരോ സിസ്റ്റം സ്കാൻ ചെയ്യും, എന്നിട്ട് അതിലെന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, എന്തൊക്കെ വൾനറബിലിറ്റീസ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ, അതിൻ്റെ റിപ്പോർട്ട് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുക. അതാണ് മെയിനായിട്ട് അവർ ചെയ്യുന്നത്. ഒരു Windows 11 സിസ്റ്റം അല്ലെങ്കിൽ ഒരു Windows സെർവർ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഇത്രയും വീക്ക്നെസ് ഉണ്ടാവും. അപ്പം ഏതെങ്കിലും പാച്ച് ഇൻസ്റ്റാൾ ചെയ്യാത്തതോ അപ്ഡേറ്റ് ചെയ്യാത്തതോ കാര്യം കാരണം, അല്ലെങ്കിൽ ചില ഡിസേബിൾ ചെയ്തൊക്കെ കോൺഫിഗറേഷൻ അവർ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയ പ്രോട്ടോകോൾസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഈ വൾനറബിലിറ്റി സ്കാനിൽ റിപ്പോർട്ടിൽ വരും. അപ്പോൾ അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ ടീമിനെ അറിയിക്കുക, അത് ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് വൾനറബിലിറ്റി മാനേജേഴ്സ് ചെയ്യുന്നത്. മറ്റൊരു കോമൺ റോളാണ് IAM സെക്യൂരിറ്റി എഞ്ചിനീയർ.
IAM മീൻസ് ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ്. ഒരു അക്കൗണ്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ആക്സസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന മോണിറ്റർ ചെയ്യുന്ന ടീമാണ് IAM. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു റോളാണ് GRC അനലിസ്റ്റ്. GRC അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ടെക്നിക്കലിനേക്കാൾ കൂടുതൽ അവർ പ്രോസസ് വൈസ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ വൈസിലാണ് അവർ കൂടുതൽ. GRC മീൻസ് ഗവേണൻസ്, റിസ്ക് ആൻഡ് കോംപ്ലയൻസ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ സെക്യൂരിറ്റി സ്ട്രാറ്റജി അല്ലെങ്കിൽ റിസ്ക് ലെവലിൽ എന്തൊക്കെ റിസ്ക് ആ ഓർഗനൈസേഷൻ ഉണ്ട്, അത് കോംപ്ലയന്റ് ആണ്. അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഗവൺമെന്റ് റൂൾ ഉണ്ടെന്ന് ഇത്രയും കാര്യങ്ങൾ സെക്യൂരിറ്റി മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ, അതിന്റെ കംപ്ലയൻസ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലയന്റ് ആണോ ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് GRC പ്രൊഫഷണൽസ് ചെയ്യുക. പിന്നെ വേറൊരെണ്ണം ഡിജിറ്റൽ ഫോറൻസിക്സ്. ഡിജിറ്റൽ ഫോറൻസിക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. വേറൊരു ഡിജിറ്റൽ ക്രൈം നടന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഡിജിറ്റൽ സൈബർ ക്രൈം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈബർ ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അപ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിനുള്ള എവിഡൻസസ് കളക്ട് ചെയ്യുക, കീപ്പ് ചെയ്യുക, ഇവയൊക്കെയാണ് സൈബർ സെക്യൂരിറ്റി ഫോറൻസിക് ടീം ചെയ്യുന്നത്. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു റോളാണ് പ്രൈവസി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ പ്രൈവസി അനലിസ്റ്റ്. അതായത് യൂസേഴ്സിന്റെ ഡാറ്റ, പ്രൈവസി ഡാറ്റ അത് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. ഇതൊക്കെയാണ് പ്രൈവസി സ്പെഷ്യലിസ്റ്റിന്റെ, പ്രൈവസി അനലിസ്റ്റിന്റെ റോൾ. പ്രൈവസിയുടെ കാര്യത്തിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് ലോ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത് യൂറോപ്യൻ കൺട്രീസ് ആണ്. അവരുടെ GDPR എന്ന് പറയുന്ന റൂളുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളെ ഡാറ്റ എന്തിനു കളക്ട് ചെയ്യണം, നമ്മളിപ്പോൾ ഒരു കമ്പനിക്ക് നമ്മൾ ഡാറ്റ കൊടുക്കുന്നുണ്ട്, അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്, അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ, നമ്മുടെ ഡാറ്റ വേറെ ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള ലോസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കലാണ് പ്രൈവസി സ്പെഷ്യലിസ്റ്റിൻ്റെ. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പുതിയൊരു പ്രൈവസി ലോ വന്നിട്ടുണ്ട്. അത് DPDP എന്ന് പറയും, ഡിജിറ്റൽ പേഴ്സൺ ഡാറ്റ പ്രൊട്ടക്ഷൻ. സോ അത് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രൈവസി അല്ലെങ്കിൽ ഡാറ്റ പ്രൈവസി ഇമ്പ്രൂവ് ആവുമെന്ന് കരുതാം. അപ്പോൾ ഇതൊക്കെ എൻഷുർ ചെയ്യാനാണ് പ്രൈവസി സ്പെഷ്യലിസ്റ്റിന്റെ ഡ്യൂട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയ, ഏറ്റവും പോപ്പുലറായ സൈബർ സെക്യൂരിറ്റി കോഴ്സ്. അപ്പം നമ്മളൊരു കമ്പനിയിൽ ഇത്രയും സ്റ്റാഫിനെ അല്ലെങ്കിൽ ഇങ്ങനെ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ ഹയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈബർ സെക്യൂരിറ്റിയുടെ 5 പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ 5 കാര്യങ്ങൾ നമുക്ക് ഏതാണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 CIA. CIA ഈസ് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. പിന്നെ ഓതന്റിസിറ്റി ഉണ്ട്, നോൺ റിപ്യൂഡിയേഷൻ ഉണ്ട്. ഇവ 5 എന്താണെന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിക്കവാറും ഏത് ഇന്റർവ്യൂ, സെക്യൂരിറ്റി ബേസ്ഡ് ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും ഇക്കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ആദ്യം ഒന്നാമത്തത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡാറ്റ അത് ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ അവൈലബിൾ ആവുക, മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ക്രെഡൻഷ്യൽസ്, നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം ഭയങ്കര കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യലാണ് സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് അത് എൻഷുർ ചെയ്യുന്നത് പ്രൊട്ടക്റ്റഡ് ആണ്. അതിന് കുറേ വഴികളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇനി വരുന്ന വീഡിയോസിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. രണ്ടാമത് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ അത് ടാമ്പർ ചെയ്യപ്പെടുന്നില്ല, അതാരും മോഡിഫൈ ചെയ്യുന്നില്ല ലീഗലായിട്ട്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് അല്ലാത്ത പേഴ്സൺസും മോഡിഫൈ ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതിനാണ് ഇന്റഗ്രിറ്റി എന്ന് പറയാം. അഗെയിൻ ബാങ്കിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മുടെ ലെഡ്ജർ, നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഇത്ര എമൗണ്ട് ഉണ്ട് എന്ന് അവരുടെ ഒരു ഡാറ്റ ഉണ്ടാവില്ല. അതിപ്പോൾ ആരെങ്കിലും മോഡിഫൈ ചെയ്തിട്ടാണ് നമ്പേഴ്സ് മാറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഓൾറെഡി എല്ലാവരുടെയും മാർക്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതാരും എഡിറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ എൻഷുർ ചെയ്യുന്നതാണ് ഇന്റഗ്രിറ്റി. വേറൊരു എക്സാമ്പിൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് ഒരു വിവാദമായ കേസിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്റഗ്രിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ഇതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ കാര്യമാണ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് പേഴ്സൺസിന് ആവശ്യമുള്ള സമയത്ത് അവർക്ക് ആവശ്യമുള്ള ഡാറ്റ, അവർക്ക് ആവശ്യമുള്ള സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പം ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം IRCTC വെബ്സൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മളൊരു തൽക്കാലം ബുക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു സമയത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലോഗിൻ നടക്കുന്നില്ല, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ലോഗ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ അവൈലബിലിറ്റിയുടെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സിസ്റ്റം നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അവൈലബിലിറ്റി അങ്ങനെ എൻഷുർ ചെയ്യാം ലോഡ് കൂടുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ എൻഷുർ ചെയ്യലും ഈ ഒരു സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ കൂടെ പറയാവുന്നത് നോൺ റിപ്യൂഡിയേഷൻ ആൻഡ് ഓതന്റിസിറ്റി. നോൺ റിപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വരുത്തി, നമ്മളൊരു എൻ്റർ ചെയ്തു, നമ്മൾ എന്തെങ്കിലും സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം നമ്മളല്ല എന്ന് നമുക്ക് പറയാൻ കഴിയരുത്, അത് അവിടെ പ്രൂവ്ഡ് ആയിരിക്കും നമ്മളാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഓതന്റിസിറ്റി. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നമ്മളിലോട്ട് ആരാണോ യൂസറാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റണം, അത് ട്രാക്ക് ചെയ്യാൻ പറ്റണം.
അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നതാണ് ഓതൻറ്റിസിറ്റി. അപ്പോൾ ഇത് ഈ 5 കാര്യങ്ങളാണ് സൈബർ സെക്യൂരിറ്റി പില്ലേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത്, പ്രൊഫഷണലാണ് വർക്ക് ചെയ്യുന്നത്, ഈ 5 കാര്യങ്ങൾ മെയിനായിട്ട്. മറ്റു കാര്യങ്ങളുണ്ട്, ഇത് ഏറ്റവും മെയിനായിട്ട് ഈ 5 കാര്യങ്ങൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, എങ്ങനെ എൻഷുർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇത് ഓരോന്നും കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെയാണ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതെങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതിനെന്തൊക്കെ സെക്യൂരിറ്റി ടൂൾസ് അവൈലബിൾ ആണ്, ഏതൊക്കെ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്, മറ്റ് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസ് നോക്കാം. അപ്പം ഇന്നത്തെ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഈ ചാനലിൽ ആദ്യത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക. ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, ഫസ്റ്റ് വീഡിയോയിൽ മിസ്റ്റേക്സുകൾ ഉണ്ടാവാം, അപ്പോൾ അതെല്ലാം കമൻറ്റിൽ അറിയിക്കുക. ഇത് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് സൈബർ സെക്യൂരിറ്റിയിൽ എൻ്റർ ചെയ്യാൻ പോകുന്ന ബിഗിനേഴ്സ്, അല്ലെങ്കിൽ ബേസിക് ലെവലിലുള്ളവർക്ക്, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ IT ഡൊമൈനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലുള്ള വീഡിയോസാണ്, ബേസിക് ലെവലിലുള്ള വീഡിയോസാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സെയിം മൈൻഡ് സെറ്റുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.